ഹലോ ഫ്രണ്ട്സ്, ഷാഡോ അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു 3 ജില്ലയുടെ അഡ്വൈസ് ചാർട്ട് വന്നിട്ടുണ്ട്. അത് കഴിഞ്ഞ ഒരാഴ്ചയിനുള്ളിൽ വന്ന അഡ്വൈസ് ചാർട്ടാണ്. വീഡിയോ ചെയ്യാൻ പറ്റുന്ന സമയമില്ലാത്തതുകൊണ്ടാണ് ഇപ്പോൾ ഞാൻ ചെയ്യുന്നത്. അപ്പോൾ അതിൽ ആദ്യം നോക്കുന്നത് നമ്മൾ ഡ്രൈവർ ക്രെഡിറ്റ് HDV, ഡ്രൈവർ കം ഓഫീസ് അറ്റൻഡൻറ്റ് HDV കൊല്ലം ജില്ലയുടെയാണ്. ആദ്യ തവണയാണ് ഇതിൻ്റെ അഡ്വൈസ് പോകുന്നത്. 4 അഡ്വൈസാണ് പോകുന്നത്. അപ്പോൾ അതിൻ്റെ അഡ്വൈസ് ഡേറ്റ് എന്ന് പറയുന്നത് 4/12/2023 ഓപ്പൺ 2 വരെയും SC സപ്ലിമെൻ്ററി 1 വരെയും അതേപോലെ മുസ്ലിം വിത്തിൻ OC ആണ്, OCക്കുള്ളിൽ തന്നെയാണ്. അതേപോലെ തന്നെ അത് 1ാം റാങ്ക് OC ആണ്. അതേപോലെ തന്നെ LCAI വിത്തിൻ OC ആണ്. അതേപോലെ OBC വിത്തിൻ OC ആണ്. വിശ്വകർമ്മ സപ്ലിമെൻ്ററി 1 വരെയാണ് പോയിട്ടുള്ളത്. അപ്പോൾ വിശദമായിട്ട് അതിൻ്റെ അഡ്വൈസിൻ്റെ ഡീറ്റെയിൽസ് എന്താണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. അപ്പോൾ അതിൻ്റെ ചാർട്ട് നമുക്ക് നോക്കാം. അതിൻ്റെ ഡേറ്റ് എന്ന് പറയുന്നത് കൊല്ലം ജില്ലയുടെയാണ്, HDV ആണ്. ഡേറ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ 17/8/2021 ടെസ്റ്റിൻ്റെ ഇതിൻ്റെ എക്സാമിൻ്റെ ഡേറ്റ് ആണ്. പിന്നെ ഇതിൻ്റെ എന്താ പറയുക, റാങ്ക് ലിസ്റ്റിൻ്റെ ഡേറ്റ് എന്ന് പറയുന്നത് 7/9/2023 4 തീയതികളിലായിട്ട് റിപ്പോർട്ട് ചെയ്ത 4 വേക്കൻസിയാണ്. ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ്, മറ്റുള്ള ഡിപ്പാർട്ട്മെൻറ്റാണ്. അതൊക്കെ നമുക്ക് നോക്കാം. ഓക്കെ, 4/12/2023 ഇതിൻ്റെ വേക്കൻസി റിപ്പോർട്ട് ചെയ്യുന്നത്. NJD ത്രോൺ ഔട്ട്, LP ബൈ ട്രാൻസ്ഫർ, NCA ഒന്നും ഇല്ല, നില്ലാണ്. 2 TPO വേക്കൻസി ഉണ്ട്. വിശ്വകർമ്മ 70 അതേപോലെ തന്നെ 72 SCO ആണ് ഫില്ല് ചെയ്യാനായിട്ടുള്ളത്. അപ്പോൾ ആദ്യത്തെ അഡ്വൈസ് ഓൾറെഡി 73 OC ഫില്ലപ്പാണ്. അപ്പോൾ ഒന്നാമത്തെ രാജീവ് R ആണ് അഡ്വൈസ് കൊടുക്കുന്നത്. രാജീവ് R എന്ന് പറയുന്നത് വിശ്വകർമ്മ കാൻഡിഡേറ്റ് ആണ്. അപ്പോൾ TPO സാറ്റിസ്ഫൈഡ് ആയിട്ടുണ്ട്. അപ്പോൾ അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെൻറ്റിനാണ് അദ്ദേഹത്തിന് പോയിരിക്കുന്നത്. അടുത്തത് 73 ഓൾറെഡി ഫില്ലാണ്. അടുത്ത OC ഫില്ല് ചെയ്യുമ്പോൾ 73 കാണിച്ചിട്ടുണ്ട്. അതേപോലെ 74 72 എന്താ പറയുക, അഡ്വൈസ് ചെയ്യുന്ന മുറയ്ക്ക് തന്നെ അടുത്ത 70 കഴിഞ്ഞ് 70 എന്താ പറയുക 5 OC ആണ് ചെയ്യുന്നത്. അപ്പോൾ 74 TPO ആയിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ മുഹമ്മദ് സലാം 1ാമത്തെ റാങ്കാണ് 75 റൊട്ടേഷൻ OCയിൽ പോകുന്നത്. പിന്നെ അരുൺജി നായർ 2ാമത്തെ റാങ്കാണ് 77 OCയിൽ. അപ്പോൾ ഓട്ടോമാറ്റിക്കലി 74ഉം 76ഉം മുസ്ലിമും 74 ഈഴവയും കൂടെ TPO ആയിട്ടുണ്ട്. പിന്നെ അടുത്ത ആനന്ദു M കൊല്ലം സ്വദേശിയാണ്. എല്ലാം കൊല്ലം സ്വദേശികൾ തന്നെയാണ്. അപ്പോൾ അവർക്ക് എന്താ പറയുക, 2 പേർക്കും 1ാം റാങ്കിനും 2ാം റാങ്കിനും ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റാണ്. പിന്നെ മെഡിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് SC കാൻഡിഡേറ്റ് ആണ്. സപ്ലിമെൻ്റൽ ലിസ്റ്റിലാണ് കയറുന്നത്. അപ്പോൾ ആ SCയുടെ റൊട്ടേഷൻ തന്നെയാണ് കയറുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിൻ്റെ കൊല്ലത്തിൻ്റെ 4 വേക്കൻസിയുടെ റൊട്ടേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അടുത്ത റൊട്ടേഷൻ എങ്ങനെയാണ് എന്ന് വെച്ചാൽ, ഇപ്പോൾ ഓൾറെഡി എന്താ പറയുക, റിസർവേഷൻ കാറ്റഗറി എന്ന് പറയുന്നത് 72 വരെ കയറിയിട്ടുണ്ട്. അപ്പോൾ 74 ഇനി വരുന്നത്. ആ 74 ഒരാൾ എന്താ പറയുക, ഈഴവ ലിസ്റ്റിൽ, ഈഴവ എവിടെയാണ് കിടക്കുന്നത് ആ ഒരു വ്യക്തി. പിന്നെ അടുത്തത് ഒരു OC, പിന്നെ വീണ്ടും ഒരു മുസ്ലിം കാൻഡിഡേറ്റ് ആയിരിക്കും മിക്കവാറും കയറുന്നത്. ഓക്കെ, അപ്പോൾ ടോട്ടൽ 4 അഡ്വൈസിൻ്റെ കാര്യമാണ്, ഡീറ്റെയിൽസ് ആണ് ഇത് കാണുന്നത്. അപ്പോൾ ഇനി അടുത്ത ഒരു അഡ്വൈസോടെ നമുക്ക് നോക്കാം. പാലക്കാട് ജില്ലയിലെ HDV എന്ന് പറയുന്ന ആ ഒരു വേക്കൻസിയുടെ കാര്യങ്ങൾ. അതിൻ്റെ ഓൾറെഡി ഫസ്റ്റ് ഒരു അഡ്വൈസ് പോയിട്ടുണ്ട്. ഇത് 2ാമത്തെ അഡ്വൈസാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അത് നമുക്ക് നോക്കാം. ഓക്കെ, ഇനി പാലക്കാട് ജില്ലയുടെ ആ ഒരു കാര്യങ്ങൾ നമുക്ക് നോക്കാം. ടോട്ടൽ ഇപ്പോൾ 7 അഡ്വൈസായി. ഓൾറെഡി 4 അഡ്വൈസ് പോയിട്ടുണ്ട്. അതിന് ശേഷം 3 അഡ്വൈസാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. അപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള അഡ്വൈസ് 1/12/2023 ഡേറ്റ് ആയിട്ടുള്ള ഒരു തീയതിയിലാണ് പോയിരിക്കുന്നത്. അപ്പോൾ ആ സൈറ്റിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ളത് 5ാം തീയതിയാണ്, ഈ ജനുവരി 5ാം തീയതി. പക്ഷേ ഇതിൽ 1/2/12/2023 ഇതിൻ്റെ അഡ്വൈസിൻ്റെ ഡേറ്റ് എന്ന് പറയുന്നത്. ഓപ്പൺ 4 വരെയും ഈഴവ 5ാമത്തെ റാങ്ക് വരെയും പിന്നെ SC ST ഒന്നും റൊട്ടേഷൻ ആയിട്ടില്ല, റൊട്ടേഷൻ ആവാൻ സാധ്യതയില്ല. ഇനി അടുത്തത് മുസ്ലിം 7 വരെയും 7ാമത്തെ റാങ്ക് വരെയും. അതേപോലെ LC റൊട്ടേഷൻ ആയിട്ടില്ല, റൊട്ടേഷൻ വരാൻ സാധ്യത കുറവാണ്. ഇനി അടുത്ത് OBC അതായത് വിത്തിൻ OC ആണ്, 4ാം റാങ്ക് വരെയും പോയിട്ടുണ്ട്. ഓക്കെ, ഇനി അതിൻ്റെ അഡ്വൈസ് ചാർട്ട് നമുക്കൊന്ന് പരിശോധിക്കാം. LP അതായത് ബൈ ട്രാൻസ്ഫർ 1 വരെ പോയിട്ടുണ്ട്. ലിസ്റ്റിൽ ബൈ ട്രാൻസ്ഫർ ക്യാൻസൽ ആയി കഴിഞ്ഞു. ഇനി 8/11/2023 ഈ ഒരു വേക്കൻസി റിപ്പോർട്ട് ചെയ്യുന്നത്. 1/12/2023 റിപ്പോർട്ട് ചെയ്ത 3 വേക്കൻസിയാണ്. ആക്റ്റീവ് റാങ്ക് ലിസ്റ്റ് എന്ന് പറയുന്നത് പിന്നെ ഞാൻ നോക്കിയിട്ട് 0/17/2021 മാത്രമേ ഉള്ളൂ. 0/18/2021 ഇല്ല. കാരണം വെച്ചാൽ അതിൽ ഒരാളുണ്ടായിരുന്നു, അത് അയാൾ അഡ്വൈസ് ചെയ്തു, അത് റദ്ദായി പോയി. ഓക്കെ, റാങ്ക് ലിസ്റ്റിൻ്റെ തീയതി എന്ന് പറയുന്നത് WEF 10/8/2023 ഓഗസ്റ്റ് 10 അതിൻ്റെ അപ്രൂവൽ ആയ തീയതി എന്ന് പറയുന്നത് റാങ്ക് ലിസ്റ്റിൻ്റെ. അപ്പോൾ അതിൻ്റെ വേക്കൻസിയുടെ 3 വേക്കൻസിയും ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ വേക്കൻസിയാണ്. അതിൻ്റെ ഡീറ്റെയിൽ ഇതിലുണ്ട്. അപ്പോൾ ആ ഒരു ഡീറ്റെയിൽ നമുക്ക് വിശദമായിട്ടൊന്ന് പരിശോധിക്കാം. ഓക്കെ, അതിൻ്റെ വേക്കൻസി സ്പ്ലിറ്റ് അപ്പ് എന്ന് പറഞ്ഞ ആ ഒരു ഡീറ്റെയിലാണ് ഇത് കാണുന്നത്. അപ്പോൾ ഈ വേക്കൻസി ആയിട്ട് ഒരു 3 വേക്കൻസി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ഡീറ്റെയിലാണ്. അപ്പോൾ 1/6/2023 അതിൻ്റെ എന്താ പറയുക, അതിൻ്റെ ഡേറ്റ് എന്ന് പറയുന്നത് 8/11/2023 മുതൽ 3 തീയതിയിലാണ്
ഒരു തീയതിയിലാണ് 3 വേക്കൻസി റിപ്പോർട്ടായിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ പെൻഡിങ് ടേൺസ് എന്ന് പറയുന്നത് NJD ഇല്ല, നിലവിൽ NJD എന്ന് പറയുന്ന സംഭവമില്ല. അതേപോലെ തന്നെ NCA എന്ന് പറയുന്ന സംഭവമില്ല. അതേപോലെ തന്നെ ത്രോൺ ഔട്ട് ഉണ്ടാവില്ല. അതേപോലെ തന്നെ ഒരു 6 TPO ടേൺ ഉണ്ട്. അപ്പോൾ TPOടെ വിചാരിക്കുമ്പോൾ എല്ലാവരും ആദ്യം TPO മാത്രം ഫില്ല് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ആദ്യത്തെ മുസ്ലിം ഫില്ല് ചെയ്യും, പിന്നെ അതിനുശേഷം ഒരു OC എടുക്കും. ഞാൻ നോക്കാം, റൊട്ടേഷൻ നോക്കാം. അതിനുശേഷമാണ് ഈഴവ എടുക്കുക. ഓക്കെ, ആരും കണ്ടില്ല. ഷഫീഖ് PP ആണ്, 7ാം റാങ്കാണ്. മുസ്ലിം ടേണിൽ 76ാമത്തെ ടേൺ ഫില്ല് ചെയ്തു. അപ്പോൾ TPO സാറ്റിസ്ഫൈഡ് ആയിട്ടുണ്ട്. ഹെൽത്ത് ഡിപ്പാർട്ട്മെൻ്റ് ആണ്. പിന്നെ അടുത്തത് വരുന്നത് എന്താ പറയുക, കഴിഞ്ഞ തവണ 2 OC പോയതുകൊണ്ട് അടുപ്പിച്ച് പോയതുകൊണ്ട് ഇപ്പോൾ 2 എന്താ പറയുക റിസർവേഷൻ കാറ്റഗറി അടുപ്പിച്ച് വന്നിരിക്കുന്നു. രതീഷ് M ആണ്. നമ്മുടെ രണ്ടുപേരും ഷഫീഖും രതീഷും നമ്മുടെ വളരെ വേണ്ടപ്പെട്ട സുഹൃത്തുക്കളാണ്. ഓക്കെ, അപ്പോൾ ഈഴവ ടേണിൽ രതീഷ് M ആണ് പോകുന്നത്. അപ്പോൾ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിനാണ് TPO സാറ്റിസ്ഫൈഡ് ആയി കഴിഞ്ഞാൽ. അപ്പോൾ 6 2 സാറ്റിസ്ഫൈഡ് ആയി. ഇനി അടുത്തത് 80 മുസ്ലിമാണ് TPO വരുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ഇപ്പോൾ അടുത്തത് ഒരു EWS നിലവിലില്ല, ലിസ്റ്റിൽ EWS ഇല്ല. അപ്പോൾ EWS ഇനി അടുത്തത് പരിഗണിക്കായിരിക്കും, ഓപ്പൺ വരുമ്പോൾ പരിഗണിക്കായിരിക്കും. ഇപ്പോൾ EWSൻ്റെ ഇപ്പോൾ നിലവിൽ ഓപ്പൺ ആയിട്ട് പരിഗണിച്ചിട്ടുണ്ട്. അപ്പോൾ MR2 89 EWS സിൻസ് നോ EWS കാൻഡിഡേറ്റ് അവൈലബിൾ ഇൻ ദ റാങ്ക് ലിസ്റ്റ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ടേൺ പാസ്ഡ് ഓവർ OC എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സജിത് കുമാർ EK, ഇദ്ദേഹം നമ്മുടെ സുഹൃത്താണ്, 4ാം റാങ്കാണ്. അപ്പോൾ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റാണ്, ആൾ നിലവിൽ പോലീസിലാണ്. അപ്പോൾ അതുപോലെ ഷഫീഖും പോലീസിലാണ്. അവർ തീരുമാനം എങ്ങനെയെന്ന് അറിയില്ല. എന്തായാലും കൺഗ്രാജുലേഷൻസ്, ഇവർക്ക് അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ OC 3 BC 3 ഒരു ബൈ ട്രാൻസ്ഫറും, അങ്ങനെ ടോട്ടൽ 7 വേക്കൻസി ഉണ്ട്. ഇതിലൊരു 2 NJD എങ്കിലും കിട്ടും എന്ന് പ്രതീക്ഷിക്കുന്നു, 1-2 NJD കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. നമുക്ക് നോക്കാം. അപ്പോൾ NJD നില്ല്, NCA നില്ല് 5 ടേണാണ് ഇനി വരുന്നത്. അതിലിപ്പോൾ നോക്കുന്നത് നമ്മളിപ്പോൾ എന്താ പറയുക 80 മുസ്ലിമാണ് ഇനി അടുത്ത ടേൺ വരുന്നത്. അപ്പോൾ ഇപ്പോൾ നിലവിലൊരു OC ലാസ്റ്റായിട്ട് പോയിട്ടുണ്ടല്ലോ. അപ്പോൾ അടുത്ത ടേൺ മിക്കവാറും 80 മുസ്ലിമാണ് വരുന്നത്. അപ്പോൾ എന്തായാലും അതിൻ്റെ അടുത്ത് വരുന്നത് ഈഴവയാണ് വരുന്നത്. അപ്പോൾ ഇടയ്ക്ക് ഒരു 2 OCയും കൂടെ പോകും. അപ്പോൾ NJDക്ക് ഇത് ബാധകമില്ല കേട്ടോ, NJD വേറെയാണ്. NJD ഫ്രഷിൻ്റെ കാര്യം വരുമ്പോൾ മാത്രമേ അങ്ങനെ വരുള്ളൂ. ഓക്കെ, ഇനി അടുത്തത് നമ്മൾ നോക്കാനായിട്ട് പോകുന്ന റാങ്ക് ലിസ്റ്റ് എന്ന് പറയുന്നത് പാലക്കാട് ജില്ലയിലെ എക്സൈസ് ഡ്രൈവർ. ഓക്കെ, ഇതിലൊരു സസ്പെൻസിൻ്റെ മാക്സിമം ആൾക്കാരൊക്കെ അറിഞ്ഞിട്ടുണ്ടാവും, എന്നിരുന്നാലും ഞാൻ പറയാം. അപ്പോൾ ഇതിൻ്റെ എന്താ പറയുക ലാസ്റ്റ് ഡേറ്റ് അഡ്വൈസിൻ്റെ ഡേറ്റ് ഓഫ് ലാസ്റ്റ് അഡ്വൈസ് എന്ന് പറഞ്ഞൊരു സംഭവത്തിൽ 22/12/2023 അഡ്വൈസ് ഡേറ്റ്. അപ്പോൾ എക്സൈസ് ഡ്രൈവറിൻ്റെ പാലക്കാട് ജില്ലയിലെ 2 വേക്കൻസിക്കാണ് അഡ്വൈസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഓപ്പൺ 1 ഈഴവ വിത്തിൻ OC ആണ്, മുസ്ലിം 10, ബാക്കി ഏത് റൊട്ടേഷനും ആയിട്ടില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. അപ്പോൾ ഇതിൽ സസ്പെൻസ് പറയാണ്. അപ്പോൾ ആദ്യത്തെ അഡ്വൈസ് ആയിരിക്കുന്നത് എനിക്കാണ്. അപ്പോൾ ഇത്രയും കാലത്തെ നമ്മുടെ ജോലി എന്നുള്ള ഒരു സ്വപ്നം സഫലമായിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ സന്തോഷം നിങ്ങളെ അറിയിക്കുകയാണ്. എന്തായാലും ഇത് ഞാൻ എന്താ പറയുക, കഴിഞ്ഞ വെള്ളിയാഴ്ച റാങ്ക് ലിസ്റ്റ് വന്നാണ്, ഇതിൻ്റെ അഡ്വൈസ് വന്നാണ്. കഴിഞ്ഞ റാങ്ക് ലിസ്റ്റ് വന്ന സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അഡ്വൈസിൻ്റെ കാര്യമൊക്കെ, എനിക്കാണ് ആദ്യത്തെ അഡ്വൈസ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും അഡ്വൈസ് ഇപ്പോൾ കയ്യിൽ കിട്ടിയില്ല, ഒരു വൈകാതെ തന്നെ കൈ കിട്ടും. പക്ഷേ സൈറ്റിൽ എനിക്ക് പ്രൊഫൈൽ ജനറേറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അഡ്വൈസ് ചാർട്ടാണ് ഇപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. പാലക്കാട് ജില്ലയിലെ അഡ്വൈസ് ചാർട്ട് 22/12/2023 എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റ് വേക്കൻസി റിപ്പോർട്ട് ചെയ്ത വേക്കൻസി 7/12/2021 ടു 1/12/2022 വരെയുള്ള വേക്കൻസി 2 വേക്കൻസിയാണ്. ആക്റ്റീവ് ഡ്രൈവർ റാങ്ക് ലിസ്റ്റ് 405/2021 പാലക്കാട് ജില്ലയിലെ എക്സൈസ് ഡ്രൈവർ 14/11/2023 തീയതിയായിട്ട് അപ്രൂവലായിട്ട് വന്ന റാങ്ക് ലിസ്റ്റാണ്. ഇനി ഇതിൻ്റെ എന്താ പറയുക വേക്കൻസി സ്ലിപ്പ് എന്ന് പറയുന്ന ആ ഒരു ഡീറ്റെയിലാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി അഡ്വൈസ് ചാർട്ടിലോട്ട് നമുക്ക് പോകാം. ഇതിൻ്റെ വേക്കൻസി റിപ്പോർട്ട് ചെയ്ത തീയതികളൊക്കെ ഉണ്ട് ഇതിൽ. അപ്പോൾ ഇതിൽ നിലവിൽ പെൻഡിങ് ടേൺ എന്ന് പറയുന്നത് NJD നില്ല്, NCA നില്ലാണ്. ഒരു ടേൺ ആണ് TPO മുസ്ലിമാണ് ഇപ്പോൾ പെൻഡിങ് ആയി നിൽക്കുന്നത്. അപ്പോൾ അതിൻ്റെ വേക്കൻസിയാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. 10ാം റാങ്കാണ് എൻ്റെ റാങ്ക്, ആദ്യത്തെ മുസ്ലിമാണ് ഞാൻ. അതുകൊണ്ട് എനിക്ക് 30ാമത്തെ റൊട്ടേഷൻ ആയിട്ടുള്ള TPA, അതായത് ടെമ്പററി പാസ്ഡ് ഓവർ എന്നാണ് അതിൻ്റെ ഫുൾ ഫോം. അപ്പോൾ അതിൻ്റെ എനിക്ക് അഡ്വൈസ് കിട്ടിയിട്ടുണ്ട്. എക്സൈസ് ഡ്രൈവർ എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റാണ്. അടുത്ത 2ാമത്തെ റൊട്ടേഷൻ എന്ന് പറയുന്നത് അനീഷ് M, കല്ലേപ്പുള്ളി സ്വദേശിയാണ്, പാലക്കാട്. ഞങ്ങൾ രണ്ടുപേരും പാലക്കാട് സ്വദേശിയാണ്. അപ്പോൾ 1ാമത്തെ റാങ്കാണ് അദ്ദേഹം 33 ഓപ്പൺ ആണ് പോയിരിക്കുന്നത്. അപ്പോൾ 32 TPO ആയിട്ടുണ്ട്. അപ്പോൾ 2 അഡ്വൈസ് കംപ്ലീറ്റ് ചെയ്തു. ടോട്ടൽ 2 അഡ്വൈസ്, ഒരു BCയും ഒരു OCയും. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത 33 ഫില്ലായപ്പോൾ തന്നെ അനീഷ് കയറിയപ്പോൾ തന്നെ 32 SC TPO ആയിട്ടുണ്ട്. ഇനി അടുത്ത റൊട്ടേഷൻ എന്ന് പറയുന്നത് TPO SCക്കാണ്. 2 വേക്കൻസി വരുമ്പോൾ ഒരു 2ാം റാങ്കും
ഒരു SC-ക്കുമാണ് കിട്ടുന്നത്. അപ്പോൾ റൊട്ടേഷൻ എങ്ങനെയാണ് വരുന്നത് എനിക്ക് അറിയില്ല. ഞാൻ ഒരു വേക്കൻസി വരുമ്പോൾ ഇനി 2ാം റാങ്കിന് കൊടുക്കണം എന്നുള്ള നിർബന്ധമൊന്നും എനിക്ക് അറിയില്ല. അപ്പോൾ ഒരു വേക്കൻസി ആണെന്ന് വെച്ചാൽ 1ാം റാങ്കിന് മാത്രമേ കിട്ടുള്ളായിരിക്കും. ഓക്കെ, അതിൻ്റെ റൂൾ അങ്ങനെയാണ്, 1ാം റാങ്കിന് ജോലി കൊടുക്കണം എന്നുള്ളത്. 2 വേക്കൻസി ഉണ്ടെന്നാണ് എനിക്ക് ആദ്യത്തെ സീനിയോറിറ്റി കിട്ടിയത്. ഓക്കെ, അപ്പം എല്ലാവർക്കും ഇതിൻ്റെ സന്തോഷപൂർവ്വം ഞാൻ അറിയിക്കുകയാണ്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു കൂടുതൽ ഇൻഫർമേഷൻ ക്ലാസ്സുമായി വീഡിയോമായി വീണ്ടും തിരിച്ചെത്താൻ. പേര് സൈനിങ് ഓഫ് ഹാരിസ്. ഗുഡ് ബൈ.